കാര്യം ഭംഗിയായി പ്ലാൻ ചെയ്യുകയാണ്. പല കണക്കുകൂട്ടലും മനസ്സിൽ നടത്തി നമ്മളതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോൾ പെട്ടെന്നായിരിക്കും അതിനൊരു തടസ്സം നേരിടുന്നത്. അപ്പോൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും? നമ്മുടെ ഇമോഷൻ ബാഡായിരിക്കും അല്ലേ? നമുക്ക് ആ ഒരു സന്തോഷത്തോടെ അതിനെ പിന്നെ കാണാനോ ഒരു ഉത്സാഹമില്ലാത്ത പോലെയൊക്കെയാവും. അപ്പോൾ അതിൽ നിന്ന് പുറത്ത് കടക്കാനായി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഇമോഷൻ എന്താണ്, എന്ത് ഇമോഷനാണ് നിങ്ങൾ ഡൊമിനേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുക. അത് ഗിൽറ്റിൻ്റേതാണോ, കംപ്ലൈനിങ്ങിൻ്റേതാണോ, സ്ട്രെസ്സിൻ്റേതാണോ, ആങ്സൈറ്റിയുടേതാണോ? അങ്ങനെയാണെങ്കിൽ ആ ഇമോഷൻ അതിലേതാണ് എന്നുള്ളത് നിങ്ങൾ ഒരു പേപ്പറും ഒരു പെന്നും എടുത്ത് എഴുതുക. എന്നിട്ട് അത് റെസിസ്റ്റ് ചെയ്യാതെ അത് വെൻ്റ് ഔട്ട് ചെയ്യുക. വെൻ്റ് ഔട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഞാനിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന ഇമോഷൻ ഇങ്ങനെയുള്ളതാണ്, സ്ട്രെസ്സിൻ്റേതാണ് അല്ലെങ്കിൽ കംപ്ലൈനിങ്ങിൻ്റേതാണ്. ആ ഇമോഷൻ എനിക്ക് നല്ലതല്ല, ഞാനതിനെ ഒഴിവാക്കുകയാണ്. എന്നിട്ട് നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ എന്താണോ അതിലേക്ക് നമ്മുടെ ചിന്തയെ കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഇമോഷനെ എന്ത് ചെയ്യുന്നു? ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ സമയം നല്ലൊരു ഹാപ്പി ആയിട്ട് നമുക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുവരാനും സാധിക്കും. റെസിസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിനോടനുബന്ധിച്ചിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ ഉള്ളിലേക്ക് കയറി വരികയും ആ ഒരു ദിവസം തന്നെ നമുക്ക് ബാഡായി തോന്നുകയും ചെയ്യും. അപ്പോൾ അതെല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നെഗറ്റീവ് ഇമോഷൻ ഒരിക്കലും റെസിസ്റ്റ് ചെയ്യരുത്. അത് അവെയർ ആയിരിക്കുക, ഇതാണ് എൻ്റെ പ്രോബ്ലം, ഇതാണ്, യെസ് ഞാനത് അംഗീകരിക്കുന്നു എന്നുള്ള മനോഭാവം കീപ്പ് ചെയ്യുക. എന്നിട്ട് വെൻ്റ് ഔട്ട് ചെയ്യുക.